മക്കളെ വണക്കം അനേവർക്കും ഇനിയ പൊങ്കൽ നൽവാർത്തുക്കൾ. തമിഴ് നന്നായിട്ട് സംസാരിക്കുന്നുണ്ടോ? ഈ ബിഗ് ബോസ് കണ്ടേ പിന്നെ എനിക്ക് കുറച്ച് തമിഴ് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നമുക്ക് സംസാരിക്കാം. പൊങ്കലൊക്കെ ആണെന്ന്, അതേപോലെ തന്നെ കുറേ കുറച്ച് സീസണിന് മുന്നേ ഉള്ളവരൊക്കെ മൂവിയുടെ പ്രൊമോഷന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ ഒരു എക്സ് കണ്ടസ്റ്റൻറ്റ്, നമ്മുടെ ഈ സീസണിലെ എക്സ് കണ്ടസ്റ്റൻറ്റ് ഒരാൾ എൻട്രി ചെയ്തിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് പണപ്പെട്ടി, അതും സീസൺ 8 വരെയുള്ളതിൽ വെച്ച് ആദ്യത്തെ ഒരു കാര്യമായിട്ടാണ് ടാസ്ക് ബേസിൽ പണപ്പെട്ടി വന്നിരിക്കുന്നത്. എല്ലാം നമുക്ക് സംസാരിക്കാം. പേസലാമാ. അപ്പോൾ പൊങ്കലാണ്. പൊങ്കലിൻ്റെ എല്ലാ കാര്യങ്ങളും അറ്റ്മോസ്ഫിയർ എല്ലാം ഗാർഡൻ ഏരിയയിൽ സെറ്റാണ് കേട്ടോ. അപ്പോൾ സൊമാറ്റോ വഴി ഫുഡ്, സൊമാറ്റോയുടെയാണ് ആദ്യമേ, അതായത് അവരവരുടെ പേരുള്ള ഒരു കാർഡ് ഉണ്ടാവും. ഇഷ്ടമുള്ള ഫുഡ് ടിക്ക് ചെയ്യുക, സൊമാറ്റോ തരും. അതായിരുന്നു ഉച്ചത്തെ ഫുഡ് കേട്ടോ. അത് കഴിയുമ്പോൾ നണ്ടിൻ്റെ ഡ്രസ്സുകൾ എല്ലാവർക്കും കിട്ടുന്നുണ്ട്. അതൊക്കെ അണിഞ്ഞുകൊണ്ട് എല്ലാവരും നല്ല സുന്ദരികളുമായിട്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ രാജുവിൻ്റെ എൻട്രി. രാജു എന്ന് പറയുന്ന ആളെ അറിയാമല്ലോ, ഒരു സീസണിലെ കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. അദ്ദേഹം വരുന്നുണ്ട്. അപ്പോൾ പറയുന്നത് 2 ഗ്രൂപ്പായിട്ട് തിരിഞ്ഞിട്ട് പൊങ്കൽ ഉണ്ടാക്കുക എന്ന് പറയുകയാണ്. അത് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് ആരുടെയാണ് സൂപ്പർ, ആരുടെയാണ് കൊള്ളത്തില്ല എന്നുള്ളതൊക്കെ ഞാൻ പറയാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. നല്ല രീതിയിൽ അതിൻ്റെ ഇടയ്ക്ക് ഡാൻസും പാട്ടും അടിപൊളി സത്യമായിട്ട് നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാജുവിൻ്റെ പുതിയ മൂവി, അതായത് ബൺ ബട്ടർ ജാം എന്നുള്ള മൂവിയുടെ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. പുതിയ മൂവിയുണ്ട്. അപ്പം അതിൻ്റെ ട്രെയിലറൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് ഇതിൻ്റെ പാട്ട് എഴുതിയത് വിജയ് സേതുപതിയാണ് കേട്ടോ. അതേപോലെ പാടിയത് സിദ്ധാർത്ഥുമാണ്. വിജയ് സേതുപതി സാർ ഇങ്ങനെ എഴുതുക എന്ന് പറയുന്നത് നമുക്ക് വലിയൊരു കാര്യമാണ് അല്ലേ. അപ്പം അതുണ്ടായിരുന്നെന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഇത്രയും കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് പൊങ്കലൊക്കെ റെഡി ആയിട്ടുണ്ട്. പൊങ്കൽ 2 പേരെ കഴിച്ചു നോക്കിയിട്ട് പറയുന്നത് സൂപ്പറുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രാജുവിന് പോകാനുള്ള സമയമാകുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും അടുത്ത 2 പേര് എൻട്രി ചെയ്യുന്നുണ്ട് കേട്ടോ. അതും സീസണിലാണ്, ഒരു സീസണിലെ 2 പേരാണ്. അവരുടെ കൂട്ടത്തിൽ അവർ അഭിനയിച്ച പടം അതിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിലൊരു ട്വിസ്റ്റ് എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള ഒരാളും കൂടെ ഈ പ്രൊമോഷനിൽ പെടുന്നത് നമ്മുടെ റയാനും ഈ മൂവിയിൽ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ 3 പേരും കൂടി ഇരുന്നാണ് മൂവിയുടെ ട്രെയിലർ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് മിസ്റ്റർ ഹൗസ് കീപ്പിംഗ് എന്നുള്ള ഒരു മൂവിയുടെയാണ്. ഞാൻ ആദ്യമേ നോക്കിയപ്പോഴത്തേക്ക് ഇതിൽ റയാനെ കാണുന്നില്ലല്ലോ, ട്രെയിലറിൽ നോക്കുമ്പോഴത്തേക്ക് റയാനെ കാണുന്നില്ല എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. ബട്ട് അവസാനം ഒരു ഗെറ്റ് വ്യൂ വന്ന് സൂപ്പറുമായിരുന്നു കേട്ടോ എൻട്രി. അങ്ങനെ അതും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവരും യാത്രയൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ട്. പിന്നീട് പണപ്പെട്ടി വരികയാണ്. അത് ആർക്ക് വേണമെങ്കിലും എടുക്കാം. ആ പണപ്പെട്ടി ആർക്ക് വേണമെങ്കിലും എടുക്കാതിരിക്കാം, അതൊക്കെ നമ്മുടെ ഇഷ്ടം. പക്ഷേ പണപ്പെട്ടി എടുത്തിട്ടും നമുക്ക് ഈ ഗെയിം കണ്ടിന്യൂ ചെയ്യാം എന്നുണ്ടെങ്കിലോ, അതായത് പണപ്പെട്ടി നമ്മുടെ മെയിൻ ഗേറ്റിൻ്റെ വെളിയിലാണ് ഉണ്ടാവുക. അപ്പം അവിടെ പണപ്പെട്ടി എമൗണ്ട് വെച്ചിട്ടുള്ള പണപ്പെട്ടി ഉണ്ടാവും. ഒരു നിശ്ചിത സമയം ഉണ്ടാവും. ആ സമയത്തിനുള്ളിൽ പോയി എടുത്ത് എൻട്രി ചെയ്ത ഗേറ്റിൻ്റെ മെയിൻ ഡോർ വഴി ഇപ്പുറത്ത് വന്നാൽ നമുക്ക് ആ പൈസയും ഉണ്ട്. അതേപോലെ തന്നെ ഗെയിമിൽ തുടരുകയും ചെയ്യാം കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് ആ പറഞ്ഞിരിക്കുന്ന സമയത്തിനുള്ളിൽ കടക്കാൻ പറ്റിയില്ലെങ്കിൽ ഗെയിം അവിടെ കൊണ്ട് തീരും. പിന്നീട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല ഈ ഗെയിമിൽ. അതേപോലെ തന്നെ നമ്മൾ പോകുന്ന വഴി, അതായത് ഓടാൻ പോകുന്ന വഴി എന്നെ കൊണ്ട് ഈ പണപ്പെട്ടി എടുക്കാൻ പറ്റത്തില്ലല്ലോ, എടുത്താൽ ശരിയാവോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ തന്നെ റിട്ടേൺ വരാം. പക്ഷേ ആ സമയത്തിനുള്ളിൽ റിട്ടേൺ കയറണമെന്ന് മാത്രം. എല്ലാ സമയത്തിൻ്റെ ബേസിലാണ്. വേണമെങ്കിൽ എടുക്കാണ്ടിരിക്കാം, നമ്മുടെ ഇഷ്ടമാണ്. അപ്പം ആർക്ക് വേണമെങ്കിലും ടാസ്ക് ചെയ്യാം. കൃത്യസമയത്തിനുള്ളിൽ റിട്ടേൺ കയറിയാൽ മാത്രം മതി എന്ന് പറയുന്നുണ്ട്. ആദ്യത്തെ എമൗണ്ട് പറഞ്ഞിട്ടുണ്ട് 50,000 രൂപയാണ് കേട്ടോ. ആദ്യമേ ഓടിച്ചെന്നത് 50,000 രൂപ, 15 സെക്കൻഡ്, 30 മീറ്റർ. അതിൻ്റെ ഒരു ട്രാക്കിൻ്റെ ഒക്കെ ഒരു രൂപം നമ്മുടെ പ്ലാസ്മ TV കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് കാണിച്ചുകൊണ്ടേ മുത്തുക്കുമറിനും റയാനും ഓടുന്നുണ്ട്. പക്ഷെ മുത്തുക്കുമറാണ് ഫസ്റ്റ് എത്തുന്നത്. അങ്ങനെ മുത്തുക്കുമർ എല്ലാവരെയും റെഡിയായിട്ട് നിൽക്കുകയാണ് ഗെയിമിന് വേണ്ടിയിട്ട്. അപ്പം ആദ്യമേ മുത്തുക്കുമറുടെ ഓടാൻ വേണ്ടി മെയിൻ ഡോറിൻ്റെ അവിടെ നിൽക്കുന്നു, ബസ്സിലടിക്കുന്നു, ഓടുന്നു. 50,000 എടുത്തുകൊണ്ട് 12 സെക്കൻഡ് കൊണ്ട് മുത്തുക്കുമർ റിട്ടേൺ കയറുകയാണ്. അങ്ങനെ 50,000 രൂപ കിട്ടുകയാണ്. അപ്പം മുത്തുക്കുമർ പറയുന്നുണ്ട് 50,000 രൂപ ദീപക്കണ്ണനുള്ളതാണെന്ന് പറഞ്ഞാൽ അടുത്തത് ഓടുന്നത് എനിക്കുള്ളതെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്ത് നടക്കുമെന്ന് നമുക്ക് നോക്കാം. അത് കഴിയുമ്പോഴത്തേക്ക് കാർഡിയയുടെ ഫുഡ് വരുന്നുണ്ട്. അതായത് കുറേ സ്വീറ്റ്സും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അത് എല്ലാവരും കഴിക്കുകയാണ്. അത് കഴിയുമ്പോൾ വീണ്ടും സ്റ്റോറിൽ നിന്ന്
ഒച്ച കേൾക്കുമ്പോൾ എന്താണ് നമ്മുടെ എക്സ് കണ്ടസ്റ്റൻറ്റ് അൻഷിതയുടെ എൻട്രിയാണ് കേട്ടോ. അൻഷിതയുടെ എൻട്രിയാണ്. അപ്പം അൻഷിത വന്നുടനെ സൗന്ദര്യം കെട്ടിപ്പിടിക്കുന്നുണ്ട്, അർണവിനെ കൈ കൊടുത്തിട്ട് പിന്നെ വിശാലിനെ പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട്. അങ്ങനെ അപ്പോഴത്തേക്കൊന്ന് നീ കുളമ്പാതെ நல்லா ഇരിക്കും, நல்லா കളിக்கிறേ, നീ നന്നായിരുന്നു പറയുന്നുണ്ട്. അത് കഴിയുമ്പോൾ ലിവിങ് ഏരിയ വന്നിട്ട് പറയാണ്, എനിക്ക് നിങ്ങളോട് അതായത് നിങ്ങളോടൊന്നും വഴക്കുണ്ടാക്കാൻ ഞാൻ വന്നതല്ല, പക്ഷേ എനിക്ക് ഈ വീട്ടിൽ ഒരാളെ ഭയങ്കരമായിട്ട് കെട്ടിപ്പിടിക്കണമെന്ന് പറഞ്ഞ് സൗന്ദര്യം കെട്ടിപ്പിടിക്കുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് പറയുന്നുണ്ട്, നീ ഒന്നിനും തളരാതെ, നീ കരയാതെ സ്ട്രോങ് ആയിട്ട് നിൽക്കുക, അതല്ലേ വേണ്ടതെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ പറയുന്നുണ്ട്, ഈ വീട്ടിൽ തന്നെ ഒരാൾക്ക് PR ഉണ്ട്, മുത്തുക്കുമറ ഉണക്കുതാന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ സംസാരിച്ച് കഴിയുമ്പോഴത്തേക്ക് വിശാലുമായിട്ട് സുനിതയായിട്ട് അൻഷിത സംസാരിക്കുന്നുണ്ട്. അത് നീ എന്തിനാ അങ്ങനെ PR വർക്ക് ഉണ്ടെന്ന് ഈ വീട്ടിലുള്ളത് പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ്, അതായത് എല്ലാവർക്കും ഈ വീട്ടിൽ PR വർക്ക് ഉണ്ട്, എന്നാൽ പോലും എനിക്ക് അവർക്ക് PR വർക്ക് ഉണ്ടെങ്കിലും നിനക്ക് PR വർക്ക് ഇല്ലെന്ന് പറഞ്ഞാൽ അവരെ അടിച്ച് താഴ്ക്കുന്ന, അതായത് ബാക്കിയുള്ളവരെല്ലാം കൂടെ ചേർത്ത് ആ കൊച്ചിനെ ഇല്ലാണ്ടാക്കി, ഇമോഷണലി അവളെ ഡൗൺ ആക്കി. അതെനിക്ക് സഹിച്ചില്ല. അത് കാരണമാണ് ഞാൻ അവളുടെ കൂടെ നിന്നത്. ഇവിടെ PR എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ അവന് PR ആണ് ഇവിടെ ഉണ്ട്. അപ്പോഴത്തേക്ക് ഞാനാണെന്ന് വെച്ചാൽ ഇല്ല രവീന്ദ്രൻ എന്ന് പറയുന്നുണ്ട്, ഓപ്പണായിട്ട് പറയുന്നുണ്ട്. പിന്നെ വിശാലും അൻഷിതയും കൂടെ കുറേ നേരം സംസാരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ലിവിങ് ഏരിയ വെച്ച് അൻഷിത സാച്ചനോട് പറഞ്ഞത് നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ്സ് അത് യൂസ് ചെയ്യുന്നത് നോക്കിയും കണ്ട് വേണം യൂസ് ചെയ്യാൻ എന്ന് പറയുന്നുണ്ട്. അത് അവർക്കല്ല നിനക്കാണ് ബാഡായിട്ട് പോകുന്നതെന്നും അൻഷിത പറയുന്നുണ്ട്. അത് ശരിയായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോഴത്തേക്കൊന്ന സാച്ചന എന്നിട്ട് വന്നിട്ട് വിശാലിനോട് സോറി പറഞ്ഞിട്ട് എല്ലാവരോടും സോറി പറയുന്നുണ്ട്. അത് കഴിയുമ്പോൾ 100 ഡേയ്സിൻ്റെ കേക്ക് വരുന്നുണ്ട്, അത് കട്ട് ചെയ്യുന്നുണ്ട്. അത് കഴിയുമ്പോൾ ഫാറ്റ്മാനും മുത്തുക്കുമറുമായിട്ടൊക്കെ ഒരു സംസാരം, ഇനി അണ്ണം വീട്ടിൽ നിന്ന് പോകുന്നിടം വരെ എൻ്റെ പേര് സംസാരിക്കരുത്, അതായത് ഞാൻ ജയിക്കണം എന്നുള്ളൊരാഗ്രഹം പറയരുത്, കാരണം അത് നെഗറ്റീവായിട്ട് പോകുന്നുണ്ടാവാം മേ ബി, അത് കാരണം കൊണ്ട് അങ്ങനെ സംസാരിക്കരുതെന്ന് എന്നും കൂടെ പറയുന്നുണ്ട് കേട്ടോ. ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയും കാര്യങ്ങളായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. പണപ്പെട്ടി നാളെയും തുടരും, പല പണപ്പെട്ടി വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് വരാം കേട്ടോ.